തൊഴിലാളി വർഗ പാർട്ടി എന്നായിരുന്നു CPM അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് CPM പ്രവർത്തിക്കുന്ന എല്ലാവരും കാശുകാരാണെന്നാണ്. അതായത് CPMൽ ആർക്കാണ് കാശില്ലാത്തതെന്ന് മുൻ SFI നേതാവ്, DYFI പ്രവർത്തകനൊക്കെ തന്നെ ചോദിച്ച ഒരു ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിൽ 25,000 രൂപ, സംസ്ഥാന കമ്മിറ്റി അംഗമാണെങ്കിൽ 75,000 രൂപ. ഇതൊക്കെ പിരിവിലൂടെ കിട്ടുന്ന പൈസയാണോ? അങ്ങനെയാണോ പങ്കുവെക്കേണ്ടത്? ഇല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ ബിസിനസ്സായി വളർന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു ബിസിനസ് പാർട്ടി എന്ന നിലക്കായിരുന്നില്ല അതിന് തുടക്കം. അത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ, തൊഴിലാളികളുടെ, പട്ടിണിപ്പാവങ്ങളുടെ വിമോചനത്തിന് വേണ്ടി രൂപം കൊണ്ടൊരു പാർട്ടി എന്ന നിലക്ക് പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ അക്കാലത്തെ നേതാക്കന്മാരെല്ലാം നഗ്നപാതരായി ചെരുപ്പിടാതെ നടന്നിരുന്നവർ, ഒറ്റമുണ്ട് മാത്രം ഉണ്ടായിരുന്നവർ. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെയൊക്കെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ആകെ ഒരു ഉടുപ്പും ഒരു മുണ്ടൊക്കെയാണ്. അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷമാണ് വീണ്ടും അവർ അത് ധരിച്ച് മുന്നോട്ട് പോയി നമ്മൾ മനസ്സിലാക്കുക. അതൊരു പഴയ തലമുറയാണ്. ആ തലമുറയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ CPMൻ്റെ അതുപോലെ CPIയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊതുവെ നേതാക്കളൊക്കെ തന്നെ സമ്പന്നരായി മാറിയ കഥയാണ് അവർ പരസ്പരം പറയുന്നത്, നമ്മൾ കേൾക്കുന്നത്. അതുമാത്രമല്ല, അതിനകത്ത് ഒരുപാട് ദരിദ്രരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. CPIയുടെ ചില MLAമാരൊക്കെ ഇപ്പോഴും വളരെ ദരിദ്രരാണെന്നുള്ള വാർത്തകൾ പത്രത്തിൽ വരും. CPMലും അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ദരിദ്രരായി ജീവിക്കുന്ന, കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞിപ്പോഴും ജീവിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രവർത്തകരും നേതാക്കന്മാരും അതിനകത്തുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും മറ്റ് ഒരു വിഭാഗം എന്ന് പറയുന്ന ന്യൂ ക്ലാസ്, പുതിയ ക്ലാസ് എന്ന നിലക്ക് വളർന്നു വന്ന അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും കേന്ദ്രമായി മാറിയ ആളുകളാണ്. അവരെക്കുറിച്ചാണ് ഇപ്പോൾ SFI നേതാവും DYFI നേതാവും ഒക്കെ പരസ്പരം ഫോണിൽ സംസാരിച്ച വാർത്ത ചോർന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, സ്ഥിരമായി നടക്കുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണം പിരിക്കുന്നതിനെക്കുറിച്ചാണ് സിനേജി പറഞ്ഞത്. ശരിയാണ്, ഓരോരുത്തർക്ക് ചെല്ലുന്ന സമയത്ത് അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് ഉള്ള പിരിവാണ് കിട്ടുന്നത്. വളരെ സാധാരണമായിട്ടുള്ള ആളുകൾ ബക്കറ്റൊക്കെ വെച്ച് പിരിക്കാൻ നടക്കുന്ന ആൾക്കാർക്ക് കുറച്ച് തുക കിട്ടും. അവരുടെ പൊസിഷൻ അനുസരിച്ച് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആകുമ്പോഴേക്കും അവരുടെ അധികാരം വളരെ ശക്തമായി കഴിഞ്ഞിരിക്കും. അവർക്ക് കിട്ടുന്ന പണപ്പിരിവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു സ്ഥലവും ഇത് തന്നെയാണ്. അപ്പോൾ പലരും എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞാൽ ഈ മുതലാളിമാരും കച്ചവടക്കാരും ഒക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പണം കൊണ്ടുപോയി നേതാവിൻ്റെ വീട്ടിൽ കൊടുക്കും. അതല്ലെങ്കിൽ നേതാവ് പറഞ്ഞയക്കുന്ന ആളുടെ കയ്യിലെ പണം കൊടുക്കും. ഇതൊക്കെ രീതിയാണ്. അത് ഒരു പാർട്ടിയുടെ അല്ല, എല്ലാ പാർട്ടിയുടെയും സ്ഥിതിയാണ്. വേരിയേഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പാർട്ടിക്കാരും ഇതുവരെ പണം പിരിച്ച് കാശുണ്ടാക്കി വളരുന്ന ഒരു പുതിയ ക്ലാസ്സായി മാറിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു ഇന്നത്തെ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ രണ്ടാമത്തെ ടൈം, അതായത് സർക്കാരിൻ്റെ രണ്ടാമത്തെ ടൈം വന്നപ്പോഴേക്കും നേതാക്കളെല്ലാം അഴിമതിക്കാരായി എന്ന് പൊതുവേ ഉള്ളൊരു പറച്ചിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന CPM നേതാക്കളുടെ നിർദ്ദേശാനുസരണം KSU നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ തന്നെ അനാവശ്യമായ കള്ളക്കേസ് കൊടുക്കുന്നു, പോലീസിൻ്റെ മർദ്ദനം കേൾക്കുന്നു, ഇതെല്ലാം വാർത്തകളും വരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടി അകന്നകന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ജനങ്ങളിൽ നിന്നുള്ള വലിയ അകൽച്ച ഒരുപാട് കാര്യങ്ങളിൽ ദൃശ്യമാണല്ലോ. ജനീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയുന്നുണ്ട്. ഓരോ സ്ഥലത്തും നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഏത് സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പല നിവേദനങ്ങൾ, അതേപോലെ തന്നെ അധികാരികളുടെ അടുത്ത് പോയിട്ടുള്ള അഭ്യർത്ഥനകൾ, അപേക്ഷകൾ, ഇതെല്ലാം പാഴ്വേലയായി മാറുമ്പോൾ അവരെന്ത് ചെയ്യും? സമരത്തിന് രംഗത്ത് വരും. അങ്ങനെ സമരരംഗത്ത് വരുന്ന സമയത്ത് പ്രാദേശിക വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമരമുഖങ്ങളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ CPM നേതാക്കളെ കാണാൻ പറ്റുമോ? CPM നേതാക്കളൊന്നും ആ സമരത്തിന് മുന്നിലില്ല. ആ സമരത്തിന് മുന്നിലില്ലാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിനെ സംരക്ഷിക്കാനായിട്ടുള്ള ബാധ്യത ഈ നേതാക്കൾക്കും പാർട്ടിക്കും ഉണ്ടെന്നുള്ള ഒരു പ്രചരണം. മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമരം എന്ന് പറയുന്നത് മിക്കവാറും സർക്കാരിനെതിരെ മാത്രമായിരിക്കില്ല, അവിടെയുള്ള നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരെ കൂടിയുള്ള സമരമായിരിക്കും. ആ സമരത്തിന് ഒപ്പം നിൽക്കാനായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ പിരിവ് നേതാക്കൾക്ക് സാധിക്കില്ല. കാരണം അവർ പണം വാങ്ങിച്ചിരിക്കാൻ. അപ്പോൾ അവരെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ജനങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് ഈ നേതാക്കൾ ഉൾക്കൊള്ളുന്ന പാർട്ടിയും അകന്നു പോകും.
അങ്ങനെ ജനവിരുദ്ധരായവർ മാറും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് കേരളത്തിലിപ്പോൾ രാഷ്ട്രീയ നേതൃത്വം CPM-ൻ്റെയോ CPI-യുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ BJP-യുടെയോ കേരള കോൺഗ്രസിൻ്റെയോ ഒക്കെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരാണോ? അല്ല. അവർ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ മാത്രമുള്ള അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം മാത്രമാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ വാചകം അടിക്കുന്നത്. നമ്മളിപ്പോൾ പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാക്കളുടെ മുഴുവൻ പല തരം നേതാക്കൾ വന്ന് ഇതൊക്കെ നടത്തുമ്പോൾ അവരിതൊക്കെ ചെയ്യുന്നത് ഈ സർക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്, അത് മുഴുവൻ ജനവിരുദ്ധമാണ്, അതുകൊണ്ട് ഞങ്ങളതിനെ എതിർക്കുന്നു എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന സമ്മേളനങ്ങൾ മാത്രമാണ്. അതിനപ്പുറം ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചലനവും ഇതിൻ്റെ പിന്നിലില്ല. അതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞങ്ങ് പോകും. നമ്മൾ നാടകം കാണുന്ന മാതിരിയാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് പരിഹരിക്കുന്നത് വരെ ഉള്ള സമരം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇപ്പോൾ കാണാറുണ്ടോ? സിനിജി കാണുന്നുണ്ട് അങ്ങനെ ഒരു സമരം? കാണുന്നില്ല. ഒരു ദിവസമൊക്കെ നമ്മൾ കാണുന്ന സമരം, അതെ, 2 ദിവസം കണ്ട പിന്നെ കാണില്ല ഇവരാരും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരുടെയും പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരേപോലെ ആയി കഴിഞ്ഞു. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സായി മാറി. അതിലൂടെ പണം ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുന്നതിലുള്ള അളവിൽ മാത്രമാണ് വ്യത്യാസം. എല്ലാവരും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മുൻ മന്ത്രിയും MLA-യും ഒക്കെ AC മൊയ്തീൻ, അതുപോലെ തന്നെ ഈ MC കണ്ണൻ, ഇവരെക്കുറിച്ചൊക്കെ പറയുന്നത് കോടികളുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒരു ലെവലിന് അപ്പുറത്തേക്കുള്ള ആളുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ചെന്നാലോ അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ ഇടപെടൽ നടത്തുന്നത് ഒരു അപ്പർ ക്ലാസ്സുമായിട്ടാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതങ്ങനെ അല്ല എങ്കിൽ CPM അത് നിഷേധിച്ച് രംഗത്ത് വരണ്ടേ? അങ്ങനെയൊന്നും ഇല്ല. അല്ല, അവർ നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പുള്ള വാർത്തയിൽ അവർ പറഞ്ഞത് 100 രൂപ പോലും ബാങ്കിലില്ല എന്ന് പലരും പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു. ഒക്കെ ശരിയായിരിക്കാം, നമുക്കൊന്നറിയില്ല. എന്തായാലും അവരെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ അങ്ങനെയാണ് മാറിക്കഴിഞ്ഞിരിക്കും. മാത്രമല്ല CPM അധികാരത്തിൽ വരുന്ന സമയത്ത് സാധാരണ CPM-ൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് മുതലായ സ്ഥലങ്ങളിൽ വരുന്ന സന്ദർശകർ, അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ നേരത്തെ പറഞ്ഞവരെ അപ്പർ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ടവരോ അതല്ലെങ്കിൽ കച്ചവടക്കാരായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പാർട്ടി ഓഫീസുകളിലേക്ക് എത്തുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇപ്പോൾ പാർട്ടി ഓഫീസുകളിൽ കടന്നു വരുന്ന ആളുകൾ ഇങ്ങനെ കച്ചവടക്കാരും അപ്പർ ക്ലാസ് ഉപരിവർഗം അവരൊക്കെ ആയിത്തീരുമ്പോൾ പിന്നെ അവരുടെ പ്രശ്നവും അവർക്ക് വേണ്ടിയുള്ള പാർട്ടിയുമായിട്ട് ഈ പാർട്ടി മാറിത്തീരുന്നൊരു പ്രതിഭാസം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഇവരുടെ ഈ സംഭാഷണങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. എന്നുവെച്ചാൽ പാർട്ടിക്കകത്ത് ഈ പറയുന്നവരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ, പാർശ്വവൽക്കൃതരായിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു സംഘം വേറെ. മറ്റൊരു സംഘം എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ, അവർ അധികാരത്തിൻ്റെ ശ്രേണിയിലിരിക്കുന്നവരും അപ്പർ ക്ലാസ്സുമായിട്ട് ഉപരിവർഗമായിട്ട് അല്ലെങ്കിൽ അന്യവർഗ ചിന്താഗതി ശക്തമായിട്ട് കൊണ്ടു നടക്കുന്നവരുമാണ്. അവരുടെ കയ്യിലാണ് പലപ്പോഴും പാർട്ടിയുടെ അധികാരം മുഴുവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ മറ്റേ വിഭാഗം എന്ന് പറയുന്നത് എന്തു ചെയ്യും, ന്യൂനീകരിക്കപ്പെടും. അവരുടെ വോയിസ് തന്നെ അവിടെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഫോൺ സംഭാഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തൊഴിലാളി വർഗ പാർട്ടി എന്നായിരുന്നു CPM എപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന, സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് അവർക്കത് മാറിയിട്ട് ഒരു മുതലാളി വർഗ പാർട്ടി എന്നൊരു ലേബൽ ചാർത്തി കിട്ടാൻ കാരണം? അതിൻ്റെ കാരണം അവർ അധികാരത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന പരിണാമമാണ്. അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഈ നേതാക്കളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ നേതാക്കളൊക്കെ നേരത്തെ നിന്നിരുന്ന തലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തലത്തിലേക്ക് ഉയർന്നു വന്നിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം നമ്മളിപ്പോൾ ഒരാളെ പ്രത്യേകിച്ച് അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് എല്ലാ ആളുകളുടെയും ഒരു സ്വഭാവ സവിശേഷത അതാണ്. അവർ നേരത്തെ എന്തായിരുന്നോ അതിൽ നിന്ന് വളരെ കൂടുതൽ സമ്പത്ത് ആർജിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. അതെങ്ങനെ? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അധികാരവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങളും തന്നെയാണ്. ആ സംവിധാനങ്ങളാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, തൊഴിലാളി വർഗ പാർട്ടിയായിട്ട് രൂപപ്പെട്ട് പ്രവർത്തിച്ച് വളർന്ന് വലുതായി പരിണമിച്ച് പിന്നീട് മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംവിധാനമായിട്ടത് മാറിത്തീരുന്നതിൻ്റെ അടിത്തറ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പരിണാമ പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞ്. ഒന്നുമില്ലാത്ത ആൾ ഇതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, കപ്പലണ്ടി കച്ചവടം നടന്ന ആൾ ഇപ്പോൾ കോടീശ്വരന്മാരായി മാറി എന്ന് പറയുന്നത് അത് ആലങ്കാരികമായി പറയുന്നതാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തുണ്ട്, സമ്പത്ത് ആർജിച്ച ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കപ്പലണ്ടി കച്ചവടം നടത്തിയ ഒരാൾ കോടീശ്വരനായി മാറി എന്ന് പറയുന്ന ആലങ്കാരികമാണ്. പക്ഷേ കപ്പലണ്ടി കച്ചവടം നടത്തിയ അവസ്ഥയിൽ നിന്ന് അയാൾ വളരെ
നല്ല സ്വത്ത് സമ്പാദിച്ച ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ശരി അതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. അതെങ്ങനെ എന്നാണ് അവർ ചോദിക്കുന്നത്. അതാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം മാറുന്നത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമല്ല. കാരണം രാഷ്ട്രീയത്തിന് മുൻപ് കൊടുത്തിരുന്ന അർത്ഥം എന്ന് പറയുന്നത് സമൂഹത്തിന് ഒരു വിമോചന പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂൾ എന്ന നിലയ്ക്കായിരുന്നു. അത് മാറി ഓരോരുത്തരുടെയും ഉദരപൂരണത്തിനുള്ള പ്രക്രിയയായിട്ട് അത് മാറിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.